ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിനിമയെക്കുറിച്ചൊന്ന് പറയാം. സിനിമ അത് വലിയൊരു ലോകമാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരാൾക്കും ഒന്ന് അഭിനയിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഭാഗമാകാൻ കൊതിയാകും. അതിനുള്ള കാരണം എന്തെന്നാൽ സിനിമ മനുഷ്യരിൽ ചെലുത്തുന്ന സ്വാധീനം തന്നെയാണ്. പക്ഷെ ആ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ അറിഞ്ഞാൽ ഇനി മേലിൽ സിനിമ കാണില്ല എന്ന് തോന്നിപ്പോകും. പണ്ട് കാലങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുകയും നാടകങ്ങൾ കാണുകയും മറ്റു കലാരൂപങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വിശാലമായ ലോകം വന്നപ്പോൾ അതെല്ലാം മൊബൈൽ ഫോണിൽ ഒതുക്കി. യൂട്യൂബിലൂടെയും OTTയും തുടങ്ങി മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയും സിനിമ കാണുന്നതായി അവർക്ക് കൂടുതൽ ഹരം. അതുപോലെ തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ സിനിമ കാണാൻ എന്നും കാത്തിരിക്കുന്നവരും ഉണ്ട്. നമ്മുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് അതുപോലെ ഇൻ്റർവ്യൂവിലും മറ്റും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന ഒരുപാട് നായിക കഥാപാത്രങ്ങൾ ഇത്രയധികം ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടാണ് ഈ രംഗത്ത് പ്രസരിപ്പ് നേടി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഞെട്ടലുളവാക്കുന്നു. എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചാണ് ഓരോ സ്ത്രീയും കുറച്ചധികം ക്യാഷ് കിട്ടുന്ന, മറ്റുള്ളവരിൽ അറിയപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന തൻ്റെ സിനിമ എന്ന സ്വപ്നം സഫലമാവാനും വേണ്ടി പ്രയത്നിക്കുന്നത്. ഇത്തരത്തിലാണെങ്കിൽ ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ, പ്രതിഭകൾ പേടിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. ഒരു സ്ത്രീക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തതാണ് തൻ്റെ ശരീരം ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് പങ്കിടാൻ കൊടുക്കുക എന്നത്. അത് മനസ്സിലിരിക്കെ തന്നെ തൻ്റെ കരിയറിന് വേണ്ടി ഇത്തരത്തിൽ ഓരോ പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകൾ പുറത്ത് പറയാൻ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുമ്പോഴാണ് ആണധികാരത്തിൻ്റെ അഹന്ത കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ത്രീയും തീരുമാനിക്കുക, ഇത്തരത്തിൽ പീഡിതരാകുന്ന ഒരു തൊഴിലും നമുക്ക് വേണ്ട. എന്തുമാത്രം വലുതാണെങ്കിലും തൻ്റെ ആത്മാഭിമാനത്തോളം വലുതല്ല ഒന്നും. സിനിമ എന്ന മേഖല ഒരു വലിയ വ്യവസായമായതുകൊണ്ട് അതിനുള്ളിലെ ഒരു സ്ത്രീ പുറത്തേക്ക് വരാൻ ധൈര്യം കാണിച്ചപ്പോൾ മറ്റു പല സ്ത്രീകളും ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഇതുപോലെ തന്നെയാണ് സ്ത്രീകൾ പല തൊഴിലിടങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കുന്നവരാകാം. എവിടെയാണെങ്കിലും അത് പുറത്തു പറയാനും അതിന് നിയമപരമായി നേരിടാനുള്ള തൻ്റേടം ഓരോ സ്ത്രീയും കാണിക്കണം. ഇന്ന് പഴയ പോലെയല്ല. സോഷ്യൽ മീഡിയ അത്രമാത്രം വിപുലീകരിച്ചിരിക്കുന്നു. നിയമത്തിൻ്റെ പഴുതുകൾ സ്വാധീനം വെച്ച് അടക്കപ്പെടുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാൻ സാധാരണക്കാർ തന്നെ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.